ഏറെക്കുറെ അബുൽ ഹസൻ അശ്ശാദിലി എന്ന് പറയുന്ന മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രനും പേരമകനുമായ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെ വന്ന ഒരു സയ്യിദും വളരെ വലിയ ജ്ഞാനിയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് ആഫ്രിക്കയിൽ നിന്നും വന്നിട്ടുള്ള ഒരു മഹാനാണ്. ആഫ്രിക്കയിലെ ഒരു ഖദിയയാണ് ഷാദില. ആ ഷാദിലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അബുൽ ഹസൻ അശ്ശാദിലി എന്ന് പറയുന്ന മഹാൻ. അബുൽ ഹസൻ അശ്ശാദിലി എന്നിവർ മസിറിൽ വന്ന് ഈജിപ്തുമായി ബന്ധപ്പെട്ട് ഉലമാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ത്വരീഖത്തിൻ്റെ പ്രസ്ഥാനം വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വിവാദവും കുഴപ്പവുമാണ് ഉലമാക്കൾക്കിടയിൽ നടക്കുന്നത്. കാരണം കശ്ഫിൻ്റെയും കറാമത്തുകളുടെയും ജ്ഞാനങ്ങളുടെയും ആന്തരീയ ജ്ഞാനങ്ങളുടെയും അസ്റാറുകളുടെയും ഹഖായിഖുകളുടെയും വലിയ വലിയ തത്വജ്ഞാനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അല്ലാഹു തആലാന്റെ സൃഷ്ടിപ്പിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ യഥാവിധം വിവരിച്ചുകൊണ്ടുള്ള മഹാനരുടെ ഈ രംഗത്തു വരൽ കുറേ ആളുകൾക്ക് അതൃപ്തിയുണ്ടാക്കി. പുത്തൻവാദികളായ ആളുകൾ സൂഫി വര്യന്മാരെയും സൂഫി മാർഗത്തെയും എതിർക്കുന്നതിന് വേണ്ടി അടിസ്ഥാനമാക്കുന്നതും അവലംബിക്കുന്നതും അക്കാലത്ത് ഉടലെടുത്ത സൂഫി വിമർശനത്തെയാണ്. സൂഫി പാരമ്പര്യത്തെ വിമർശിക്കുന്ന വിമർശനം. ഞാൻ മാന്യമായി വിമർശിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, തെറി പറയുന്നവരെ കുറിച്ചല്ല. മാന്യമായി വിമർശിക്കുന്നവരുണ്ടല്ലോ, മാന്യമായി വിമർശിക്കുന്നവർ പക്ഷേ വിവരമില്ലാതെ വിവരം കെട്ട രീതിയിലും വിമർശിക്കും. പക്ഷേ വിമർശനത്തിൻ്റെ ഭാഷ മാന്യമായിരിക്കും. ആ മാന്യമായ ഭാഷയിൽ വിമർശിക്കുന്നവർ അത്തരക്കാർ അവലംബിക്കുന്നതൊക്കെ ഷാദിലി ത്വരീഖത്തിനെതിരിലും മഹാനായ അബുൽ ഹസൻ അശ്ശാദിലി തങ്ങളവർക്കെതിരിലും അവരുടെ ഖലീഫമായ അബുൽ അബ്ബാസ് മുർസി തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ മശായിഖുമാർക്കെതിരിലുമുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് സൂഫി മാർഗത്തിനെതിരെ പിന്നീട് ഉദ്ധരിച്ചിട്ടുള്ളവരുദ്ധരിക്കുന്നത്. അവർക്കൊക്കെ അവലംബമായി കിട്ടുന്നത് ഇബ്നു തൈമിയ്യ, ശൈഖ് ഇബ്നു തൈമിയ്യ എന്ന ഡമാസ്കസിലെ പണ്ഡിതന്റെ ഉദ്ധരണികളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഷാദിലി ശൈഖ് അവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും അവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങൾക്കും കയ്യും കണക്കുമില്ല. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ സൂഫി പ്രസ്ഥാനം ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലും അതുവഴി ലോകത്തൊട്ടാകെയും പ്രചരിക്കാൻ വിജ്ഞാനം കൊണ്ടും ജ്ഞാനം കൊണ്ടും തത്വങ്ങൾ കൊണ്ടും നല്ല അസ്റാറുകൾ കൊണ്ടും ഹഖായിഖുകൾ കൊണ്ടും അത് സമർത്ഥിച്ചുകൊണ്ട് ശരിപ്പെടാൻ ഏറ്റവും അധികം പരിശ്രമിച്ചവരും അതിനുള്ള എല്ലാവിധ ആദരവും ഇൽമും അല്ലാഹു തആല നൽകി അനുഗ്രഹിച്ചവരുമാണ് ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരെല്ലാം. ഞാൻ ബഹുമാനപ്പെട്ടവരെ കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ മാർഗം പറയുന്നത്. അത്ര വലിയ കറാമത്തുകാർ, ഓരോരുത്തരുടെയും കറാമത്തുകൾ വിവരിച്ചാൽ വളരെയധികം തോന്നും. ജീവിതത്തിനനുസരിച്ചുകൊണ്ട് ഒരു കിതാബൊന്നും ഉണ്ടാക്കിയ ആളല്ലെങ്കിലും മുത്തുമണികളായ മൊഴികൾ, അവർ ഉദ്ധരിച്ച മൊഴികൾ, ആ മൊഴികളും അവർ പഠിപ്പിച്ചിട്ടുള്ള അവരുടെ ശിഷ്യഗണങ്ങളാവുന്ന അവരുടെ ഏറ്റവും അടുത്ത സഹയാത്രികർ, ആ സഹയാത്രികർ രചിച്ചിട്ടുള്ള കിതാബുകളും അവർ പറയുന്ന മുത്തുമണികൾ പോലുള്ള മൊഴികളും, ഈ മൊഴികൾ തന്നെയാണ് എൻ്റെ ഇൽമ് എന്നാണ് അബുൽ ഹസൻ അശ്ശാദിലി തങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഒരു കിതാബ് അവരുണ്ടാക്കിയിട്ടില്ല. പക്ഷെ കിതാബ് വേണ്ട, ഒരു മൊഴിയെ ഉപന്യസിച്ചുകൊണ്ട് വലിയ ഗ്രന്ഥങ്ങൾ എഴുതാൻ പറ്റും. അത്ര വലിയ ജ്ഞാനമുത്തുകളാണ് ബഹുമാനപ്പെട്ടവരുടെ മൊഴികൾ ഓരോന്നും. അത്ര വലിയ 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 മൊഴികൾ. ആ മൊഴികളിലൂടെ അവർ വളർത്തിയെടുത്തിട്ടുള്ള മഹാന്മാർ, അവരുടെ ഖലീഫയായി വന്നത് അബുൽ അബ്ബാസ് മുർസീന. നമ്മളിപ്പോൾ ഇവിടെ പ്രസംഗിക്കണീൻ്റെ തെർക്കാൻ തന്നെ അത് ഇമാം ബൂസരി തങ്ങളവരുടെ ഖസീദത്ത് ബുർദി എന്നുള്ള ആളോ, ആ ഖസീദയിൽ നിന്നുള്ളതാണ്. നമുക്ക് സുപരിചിതമാണ് ബുർദ. ആ ബുർദ രചിച്ചിട്ടുള്ള ആശിഖുർ റസൂലായ മാദിഹുർ റസൂലായ മഹാനായ ഇമാം ബൂസരി തങ്ങളവർകൾ നമ്മുടെ മദ്ഹബിലെ ഇമാമുകളുടെ കൂട്ടത്തിൽ മുതഖദ്ദിമീങ്ങളിൽപ്പെട്ടവരാണ്. നബി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെ ഒക്കെ മുമ്പുള്ളവരാണ്. ആ മഹാനവർകൾ ബഹുമാനപ്പെട്ടവരാക്കിയതും ഈ വിലായത്തിൻ്റെയും ഇർഫാനിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വഴിയിലെത്തിച്ചതും അവരെ വളർത്തിക്കൊണ്ടുവന്നതും അവരുടെ ശൈഖ് മഹാനായ അബുൽ അബ്ബാസ് മുർസി എന്നവരാണ്. മഹാനായ ശൈഖ് അബുൽ ഹസൻ അശ്ശാദിലി തങ്ങളുടെ പ്രധാനപ്പെട്ട ഖലീഫ അവർ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ പ്രസ്ഥാനവും ആശയങ്ങളും ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച പിൻഗാമിയായിരുന്നു അബുൽ അബ്ബാസ് മുർസി.
എത്രയെത്ര വമ്പന്മാരായ ആലിമീങ്ങൾക്കാണ്, എത്രയെത്ര വമ്പന്മാരായ ഹുക്കമാനാണ്, ജ്ഞാനികൾക്കാണ്, ആരിഫ്യങ്ങൾക്കാണ് അവർ തർബിയത്ത് നൽകിയിട്ടുള്ളത്. വളരെ വലിയ വമ്പന്മാർ. അതിലൊരാളാണ് ഇമാം ബൂസീരി. അവർ കിടക്കുന്നതും അന്ത്യവിശ്രമം കൊള്ളുന്നതും അബുൽ അബ്ബാസിൽ മുർസിയുടെ അടുത്ത് തന്നെയാണ്. അബുൽ അബ്ബാസിൽ മുർസിയുടെ മഖാമും മസാറും ഒരു ഭാഗത്തും അതിൻ്റെ തൊട്ടു തന്നെ 4 ചുവടുകൾ വെച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളവരുടെ എത്താൻ വളരെ അടുത്ത് തന്നെ. ആ അടുത്തുള്ള അവർ മഹാന്മാരായ ഒരുപാട് വമ്പന്മാർ, യാഖൂത്തുൽ അർശി എന്ന പേരിൽ പറയപ്പെടുന്ന മഹാൻ, ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാജ്ഞാനി, ഇങ്ങനെയുള്ള ബഹറുകളായ അസ്റാറുകളുടെ ബഹർ, ഉലൂമുകളുടെ ബഹർ, ലാഹിറായ ഇൽമുകളുടെ ബഹർ, ബാത്തുനായ ഇൽമുകളുടെ ബഹർ, എല്ലാതരം അല്ലാഹു തആല ഔദാര്യമായി അമ്പിയാക്കന്മാരോട് നൽകിയിട്ടുള്ള ഇൽമുകൾ എന്തെല്ലാമുണ്ടോ അതിനനുസാരമായി അല്ലാഹു തആല പഠിക്കാത്തതും പഠിപ്പിക്കാത്തതും നൽകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള അത്തരം ജ്ഞാനങ്ങൾ എന്തൊക്കെയുണ്ടോ ഈ ജ്ഞാനങ്ങളൊക്കെ അല്ലാഹു നൽകി ആദരിച്ചിട്ടുള്ള വമ്പൻ ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സ നിലയിൽ പരിചയപ്പെടുത്താം. ബഹുമാനപ്പെട്ടവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ താനും തൻ്റെ ശിഷ്യന്മാരും മുരീദുമാരും മുഹബ്ബീങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് അവർ പറയുകയാണ്, ഒരു അസീദ എന്ന പലഹാരം ഉണ്ടാക്കുകയാണ്. ഇറച്ചി ചെറുതായി നുറുക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണത്. ഒരു ചെറിയ ഇറച്ചി പലഹാരം, ഇറച്ചി ചെറുതായി മുറിച്ചിട്ട് അതിൽ പൊടികളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പലഹാരം. ഹസീറ, അസീദ, ഇങ്ങനെ 2 തരത്തിൽ പലഹാരം ഇറച്ചുകൊണ്ടെന്ന് മുറിച്ചിട്ട് ഉണ്ടാക്കും, ചെറിയ മുറിച്ചിട്ട്. അതിൽ അസീദ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ശൈത്യകാലത്ത് അറബികൾ ഉണ്ടാക്കുന്ന പലഹാരമാണ്. ഉഷ്ണകാലം അതിന് യോജിച്ചതല്ല. ശൈത്യകാലത്തുണ്ടാക്കുന്ന പലഹാരം. ഈ ശൈത്യകാലത്തുണ്ടാക്കുന്ന പലഹാരം ഉഷ്ണകാലത്ത് ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കുകയാണ് അവരുടെ നിർദ്ദേശപ്രകാരം, അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ നിർദ്ദേശപ്രകാരം. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ചുള്ളവർ, എന്താണ് ഇത്, ഈ ശൈത്യകാലത്തുണ്ടാക്കുന്ന ഭക്ഷണം ഈ കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ നിന്നുണ്ടാക്കിയത് എന്ന് അവിടുത്തെ ശിഷ്യന്മാരും സഹയാത്രികരും ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, നമുക്കിവിടെ ഉഷ്ണമാണെങ്കിലും ശൈത്യകാലത്ത് ശൈത്യമുള്ള നാട്ടിൽ ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് യാക്കൂത്ത് എന്ന് പറയുന്ന ഒരാൾ. അത് ഇന്ന് ജനിച്ചിരിക്കുന്നു. യാക്കൂത്ത് എന്നാണ് അവർക്ക് നാമം നൽകുക. നാമം നൽകൽ 7-ാം ദിനല്ലേ ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ. പക്ഷേ 7-ാം ദിനത്തിൽ നാമം നൽകുന്നത് പോലും ബഹുമാനപ്പെട്ടവരുടെ തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിക്കുകയാണ്. യാക്കൂത്ത് എന്ന് പേരുള്ള ഒരാൾ, ഒരു കുഞ്ഞ് ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കുഞ്ഞ് ഇവിടെ വരും, വലുതായി ഇവിടെ തന്നെ വരും, നിങ്ങൾക്ക് അവരെ കാണാം. അവർ ജനിച്ചതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തിൻ്റെ അസീതയാണ് ഇന്നത്തെ ഈ പലഹാരം, ഇറച്ചി പലഹാരം എന്ന് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു. പറഞ്ഞ കൃത്യം പോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് വലുതായ ശേഷം ബഹുമാനപ്പെട്ടവർ ഇസ്കന്ദരിയത്തിലേക്ക്, അലക്സാണ്ട്രിയയിലേക്ക് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി എന്നവരുടെ സമീപത്തേക്കും ഹദറത്തിലേക്കും വരുന്നു. പഠിക്കാനും മനസ്സിലാക്കാനും അവരുടെ തർബിയത്ത് കിട്ടാനും വേണ്ടി വരുന്നു. ആ വരുന്ന നേരത്ത് ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കുന്നു. ഇതെല്ലാം അറിയുന്നവർ അന്ന് പലഹാരമുണ്ടാക്കിയ തീയതിയാണ് അവർ ജനിച്ച തീയതി എന്ന് അവരോട് ചോദിച്ചുറപ്പുവരുത്തുന്നു. ആ വിധത്തിൽ വളർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശി. അർശി എന്നവരെ പറയുന്നത് എപ്പോഴും അവരുടെ തലയും കണ്ണും അർശിലാണ്. അർശിൽ നിന്ന് അവർ കണ്ണെടുത്ത സമയമില്ല. അർശുമായി ബന്ധപ്പെട്ടാണ് അവരുടെ സദാസമയത്തെ നിൽപ്പ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർശി എന്ന് അവർക്ക് നാമം നൽകിയിരിക്കുന്നത്, ബന്ധനാമം നൽകിയിരിക്കുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ യാഖൂത്തുൽ അർശി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന മഹാനവരുടെ വചനങ്ങൾ തിരിയാൻ അവരുടെ പ്രധാനപ്പെട്ട 2, 3, 4 ഗ്രന്ഥങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്നത കോളേജുകളിൽ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹിക്മത്തുകൾ, ഏതാനും ജ്ഞാനമുത്തുകൾ അവർ പലപ്പോഴായി സംസാരിച്ചത് കോർത്തിണക്കിയിട്ടുള്ള ഒരു കിതാബാണ് അൽ ഹികമുൽ അത്വാഇയ്യ, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്നവരുടെ ഹിക്കം. ആ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥവും അതിലെ ഹിക്മത്തുകൾ ഓരോന്നും വായിച്ചാൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്നവരെ മനസ്സിലാക്കാം. ആ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അബുൽ അബ്ബാസിൽ മുർസി എന്നവരാൽ ഈ രംഗത്ത് ശോഭിച്ചവരാണ്, വളർത്തപ്പെട്ടവരാണ്. പിന്നീട് യാഖൂത്തുൽ അർശി എന്നവരാലും വളർത്തപ്പെട്ടവരാണ്. ഈ യാഖൂത്തുൽ അർശി എന്നവരാവട്ടെ
അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള, ഇവരാൽ വളർത്തപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുള്ള, ഞാനിത് പറയുന്നത് ഷാദുലിയ ത്വരീഖത്തിന്റെ മഹത്വവും ആ ത്വരീഖത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള മഹാന്മാരായ കുത്തുബുകൾ, ഇവരൊക്കെ തന്നെയും അവരുടെ കാലത്ത് കുത്തുബാണ്. മഹാനായ അബുൽ ഹസൻ ഷാദിലി തങ്ങളവർകൾ അവരുടെ കാലത്ത് കുത്തുബാണ്. നമ്മളൊരു 4 കുത്തുബുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓലി നബിൻ്റെ എല്ലാ കാലത്തും കുത്തുബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുത്തുബ് എന്ന് പറയുന്നത് ഏത് കാലത്തും റിജാലുൽ ഗൈബ് എന്ന പേരിലുള്ള അല്ലാഹു തആലാന്റെ ഒരു കൂട്ടം ഔലിയാക്കൾ, അവർ സാധാരണഗതിയിൽ ജനങ്ങളിൽ ഇളകുന്നവരോ ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരോ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജീവിക്കുന്നവരോ അല്ല. ജനങ്ങളിൽ നിന്ന് അദൃശ്യരായി കഴിയുന്നവരാണ്. ആ അദൃശ്യരായി കഴിയുന്ന റിജാലുൽ ഗൈബിൽപ്പെട്ട ഒരു സ്ഥാനമുള്ള കൂട്ടരുണ്ട്, ആ പദവിയിലുള്ള കൂട്ടർ. ആ പദവിയിൽ പല പ്രത്യേക പദവികളാണ്. ഒരു പദവിയിൽ 7 പേർ, ഒരു പദവിയിൽ 12 പേർ, ഒരു പദവിയിൽ 40 പേർ, ഒരു പദവിയിൽ 70 പേർ, ഇങ്ങനെ പല പദവികളിലായി അള്ളാഹു നിശ്ചയിക്കുക. അതൊരു പദവിയിൽപ്പെട്ടവരാണ് ഈ അബുദാല് എന്നറിയുന്നവർ. അബുദാലി എന്നറിയുന്ന ഈ അബുദാല് എന്നറിയുന്ന അവരുടെ ഒരു കൂട്ടത്തിലുള്ളതാണ്. അവരെ പഠിപ്പിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ മാതർ റജുലു മിൻഹും അബ്ദലല്ലാഹു മകാനഹു റജുലൻ ആഖറ. അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുടെ സ്ഥാനത്ത് അള്ളാഹു പിന്നീട് അതിൻ്റെ താഴെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു തആല കൊണ്ടുവരും ഒരാളെ പകരക്കാരനെ. ഇതാണ് അവരെ അബുദാൽ എന്ന് വിളിക്കുന്നത്. അതായത് നിശ്ചിത എണ്ണം ഒരിക്കലും അവർ ചുരുങ്ങില്ല. എന്തിനാണ് അവർ വെച്ചിരിക്കുന്നത്? തമ്മാടികളുടെ ലോകം, കെട്ട ലോകം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു തന്നെ ഒരുക്കുന്ന വ്യവസ്ഥിതിയാണ്. അള്ളാഹു വിലവെക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഒരു പ്രത്യേക തസ്തികയിൽ യമനിലും ഷാമിലും അങ്ങനെ പല പ്രത്യേക ഇടങ്ങളിലും ഭൂമിയുടെ പല ഭാഗങ്ങളിലായി ജീവിക്കുന്നവർ. അവരിൽ ചിലരെ നമ്മൾ ഭ്രാന്തന്മാരായി കാണും, അവരിൽ ചിലർ കച്ചവടക്കാരാകും, അവരിൽ ചിലർ വലിയ കരുവാന്മാരും ഇരുമ്പ് ചേലമെടുക്കുന്നവരുമാകും, അവരിൽ ചിലർ സ്വർണ്ണപ്പണിക്കാരാകും, അവരിൽ ചിലർ ചുമട്ടുതൊഴിലാളികളാകും. അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അവരെ അങ്ങനെയൊന്നും അറിയില്ല. അവർ ചുമട്ടുതൊഴിലാളിയാണ്, നമ്മൾ ചുമട്ടുതൊഴിലാളിയാണ് എന്നേ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ വേണ്ടി അതാണ് അവരുടെ രീതി. ഇത് അബുദാലിനെ മാത്രം ഞാൻ പറയുന്നതല്ല. ഈ പദവിയിലുള്ള എല്ലാവരും നുജബാ, നുഖബാ എന്നിങ്ങനെ, ഔത്താദ് എന്നിങ്ങനെ പേരുന്ന കൂട്ടർ, ഒരു 4 പേർ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഔത്താദ് എന്ന പേരിൽ ആണികളാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ നിലനിൽപ്പിന് അവർ ആണികളാണ്. ലോകം നശിക്കാതിരിക്കാൻ, ഇളകാതിരിക്കാൻ, ആടി ഉലയാതിരിക്കാൻ. ജിബാലിനെ റാസിയാത്താക്കി, ജിബാലിനെ ഔത്താദാക്കി എന്നൊക്കെ ഖുർആൻ പറയുന്നില്ലേ? അത് പദാർത്ഥമായ ഭൂമിയെയാണ്. ഈ പദാർത്ഥമായിരിക്കുന്ന ഭൂമിയെ അല്ലാഹു തആല മലകൾ വെച്ചുകൊണ്ട് ആണി ഉറപ്പിച്ചതുപോലെ ആത്മീയമായ ആണികൾ വെച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ നിഅമത്തുകളും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും റഹ്മത്തുകളും അവരെ വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബിഹിം തഖൂമുസ് സമാഉ വൽ അർദ്. ഈ ആകാശം നിൽക്കുന്നത് അവരെ കൊണ്ടാണ്, ഭൂമി നിൽക്കുന്നത് അവരെ കൊണ്ടാണ്. ബിഹിം തുംതറൂൻ, നിങ്ങൾക്ക് മഴ കിട്ടുന്നത് അവരെ കൊണ്ടാണ്. ഉബിഹിം തുർസഖൂൻ, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉബിഹിം തുൻസറൂൻ, നിങ്ങളുടെ എതിരാളികൾക്കെതിരെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് അവരെ കൊണ്ടാണ്. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് നൽകുന്നതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് കണക്കാക്കിക്കൊണ്ട് തന്നെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക സംഖ്യ എണ്ണം ആളുകൾ അള്ളാഹു നിശ്ചയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണിവർ. അക്കൂട്ടത്തിൽ ആ റിജാലുൽ ഗൈബിന്റെ കേന്ദ്ര അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ചെയർമാനാണ് കുതുബ് എന്ന് പറയുന്നത്. അത് ഈ റിജാലുൽ ഗൈബ് എന്നുണ്ടോ അന്നൊക്കെ കുതുബുമുണ്ട്. അപ്പൊ അതൊരു കാലത്ത് ചിലപ്പോൾ ഒരാൾ ഒരു ദിവസമാകാം കുതുബ്, ചിലപ്പോൾ ഒരു മാസം കുതുബാകാം, ചിലപ്പോൾ മരിക്കുന്നതിന്റെ തലേന്ന് കുതുബായിട്ട് പിറ്റേന്ന് അവർ മരണപ്പെട്ടു എന്നും വന്നേക്കാം. അതൊരു വലിയ പദവിയാണ് എന്നർത്ഥം. ആ പദവിയിലുള്ളവരാണ് ഷാദിലിയ ത്വരീഖത്തിലെ ശൈഖന്മാർ ഒട്ടുമിക്കതും. എന്നല്ല അതിശയോക്തിപരമാണോ എന്നറിയില്ല. ഒരു മൊഴികൾ നോക്കിയാൽ ഇമാം അബുൽ ഹസൻ ഷാദിലി വന്ന ശേഷം, അദ്ദേഹത്തിന്റെ ഈ സരണി രൂപപ്പെട്ട ശേഷം കുതുബുകളായി വന്നവർ അവരുടെ സരണിയുള്ളവരല്ലാതെ വന്നിട്ടേയില്ല എന്ന് പല കിതാബുകളിലും ആ വർഗത്തിൽ, ആ കൂട്ടത്തിൽപ്പെട്ട ത്വരീഖത്തിൽപ്പെട്ട മഹാന്മാർ പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട്. അത് കൃത്യമായി പറയുന്നതോ അത് അവരുടെ ത്വരീഖത്തിന്റെ ശ്രേഷ്ഠത എന്ന് നിങ്ങൾക്ക് പറയുന്നോ നമുക്കറിയില്ല. നമുക്കതിനെപ്പറ്റി ഒന്നും തിരിയുന്നവരല്ലല്ലോ. ഏതായാലും അത്ര കണ്ട് വർദ്ധിച്ച തോതിൽ
കുതുബുകൾ വന്നിട്ടുള്ള മഹത്തായ ഒരു ത്വരീഖത്താണ് ഷാദുലിയ ത്വരീഖത്ത്. അതിലാണ് നമ്മളെ ബഹുമാനപ്പെട്ടവർ വളർന്നത്, അതിലാണ് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിലേക്ക് എത്തിയത്. അള്ളാഹുവിലേക്ക് എത്തിയ അള്ളാഹുവിൻ്റെ ആളുകളായി അവർ മാറുന്നത് അതാണ്. ഈ യാഖൂത്തുൽ അർശിയുടെ ഒരു രൂപം നോക്കൂ. അവർ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആർക്ക് വേണ്ടിയും തൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് ശഫാഅത്ത് ചെയ്യുക, മറ്റൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, ഇതവരുടെ ഒരു പ്രത്യേക കാര്യമാണ്, ഒരു ബന്ധം. മഹാനായ അഹ്മദുൽ ബദവി തങ്ങളവർകൾ അക്കാലത്ത് ജീവിച്ച ഒരു മഹാനാണ്. ശൈഖ് അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ കാലത്തുള്ളവർ തന്നെയാണ് അഹ്മദുൽ ബദവി. അഹ്മദുൽ ബദവി ശേഷവും ജീവിച്ചിട്ടുണ്ട്. ഈ അഹ്മദുൽ ബദവി എന്നവർ അവരെ ആക്ഷേപിക്കുകയും മനോവേദനപ്പെടുത്തുകയും വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വലിയ വെറുപ്പ് സൃഷ്ടിച്ച ഒരാൾ, ഇബ്നുൽ ലബ്ബാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനും മഹാ ആരിഫും. ആ ഇബ്നുൽ ലബ്ബാൻ എന്ന മഹാ ആരിഫിനെ പെട്ടെന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന സ്ഥാനങ്ങളൊക്കെ പോയി, കശ്ഫുകളൊക്കെ നിലച്ചു, വിവരങ്ങളൊക്കെ പോയി, പഠിച്ചതൊക്കെ മറന്നു, അറിയുന്നതൊക്കെ തിരിയാതായി. ഈ വിധത്തിൽ അദ്ദേഹം ഈ പദവിയിൽ നിന്ന് നിഷ്കാസിതമായി. എന്തേ കാരണം? അഹ്മദുൽ ബദവി എന്നവർ അവരെ ഇല്ലാതാക്കി. അത് എല്ലോരു ഷെയ്ഖ്, അവരില്ലൊരു ഷെയ്ഖ് അതല്ലെന്ന് ചൊന്നാരെ അവരെ ഒലിപ്പട്ടം നീക്കിച്ചു വെച്ചോവർ എന്ന് മുഹിയുദ്ദീൻ മലൈ പറയണില്ലേ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലത്ത് നിലയെ കൊടുപ്പാനും നിലയെ കളയാനും നായനവർക്കധികാരം കൊടുത്തോവർ എന്ന് ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ അവരെ കുറിച്ച് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു തആല അത്തരം ചില പദവികൾ നൽകുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം കളയാനും ചിലപ്പോൾ പോകാനും ഇതേ ഉള്ളൂ. വ്യക്തിപരമായി ബഹുമാനപ്പെട്ടവരെ നിസ്സാരമാക്കി മോശപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രോഷമുണ്ടായപ്പോൾ ആ രോഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പദവിയും മാരിഫത്തുകളും ജ്ഞാനങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശി എന്ന മഹാന് വല്ലാത്ത സങ്കടം. മഹാനവറുകൾ അവിടെ നിന്ന് തൊന്തതായി പോവുകയാണ്. ഇത് ഈ രാജ്യങ്ങൾ കിട്ടില്ലവർക്ക് ഏതറിയുള്ളൂ ദൂരോട്ടുണ്ടോ എന്ന്. മിസ്റിൽ പോയിട്ട് ഈ മഹാന്മാരെയൊക്കെ കൂടി കണ്ടുവരണമെങ്കിൽ ഷെയ്ഖ് ഷാദിലി തങ്ങളവറുകളെ കാണാൻ വേണ്ടി മാത്രം ഒരു രാവും പകലും സഞ്ചരിക്കണം. ഒരു രാവും പകലും പൂർണ്ണമായി സഞ്ചരിച്ചെങ്കിലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷാദിലി തങ്ങളവറുകൾ സിയാറത്ത് ചെയ്താൽ പോരുള്ളൂ. ഇനി പോയാൽ തന്നെ അവിടെ ആകെ ഈച്ച പോയോലൊക്കെ മടങ്ങി പോരും. ആ തരത്തിലാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് മാത്രം ഭാഗ്യം നൽകുന്ന വിധം വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഹളറത്ത്. ആ മഹാനവറുകൾ നിലകൊള്ളുന്ന സ്ഥലത്തിൽ നിന്നും അലക്സാണ്ട്രിയയിൽ അബുൽ അബ്ബാസ് മുർസി എന്നിവർ നിലകൊള്ളുന്ന സ്ഥലത്തിൽ നിന്നും അവർക്ക് പകരമായി യാഖൂത്തുൽ അർശി നിലകൊള്ളുമ്പോൾ അവർ നിലകൊള്ളുന്ന ഇസ്കന്ദരിയയിൽ നിന്നും ബഹുമാനപ്പെട്ടവർ എങ്ങോട്ടെത്തുന്നു? അഹ്മദുൽ ബദവിയുടെ സ്വന്തതായിലേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട് അവരോട് ശുപാർശ ചെയ്തു, ഈ ഇബ്നുൽ ലബ്ബാൻ എന്നവരോടുള്ള നീരസം അങ്ങൊന്ന് പോക്കണം, അവരുടെ ആ സ്ഥിതിയിൽ നിന്ന് അവരെ മാറ്റണം. അവർ പൂർവ്വസ്ഥിതിയിൽ ഏതൊരു വിലായത്തിൻ്റെ പദവിയിലായിരുന്നോ ആ വിലായത്തിൻ്റെ പദവിയിൽ തന്നെ തിരിച്ചെത്താൻ അങ്ങൊന്ന് പൊരുത്തപ്പെടണം, അങ്ങ് സഹായിക്കണം. ഈ യാഖൂത്തുൽ അർശി എന്നവരുടെ ശുപാർശ മാത്രം മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നുൽ ലബ്ബാൻ എന്ന് പറയുന്ന മഹാന് അവർ വലിയ സ്ഥാനം നൽകി, ആ പദവി തിരിച്ചു നൽകി. ആ പഴയ കാലത്തേക്ക് തന്നെ അവർ തിരിച്ചെത്തി. ഇതൊക്കെ അവർക്ക് തിരിയും പറഞ്ഞാൽ ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ അടയാളം എന്ന് അവർക്ക് മനസ്സിലാവും. അവർക്കല്ലേ ജ്ഞാനം. ആ ജ്ഞാനങ്ങൾ തിരിയുന്നവർക്കറിയും. ഈ യാഖൂത്തുൽ അർശി തങ്ങൾ അവർക്ക് ആ സ്ഥാനം ശുപാർശ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരിന്ന് ആരുമല്ല. എന്നിട്ട് അവർ ചെയ്തത് നോക്കുക. യാഖൂത്തുൽ അർശി എന്നവരുടെ ഒരു മകളെ ശൈഖ് ഇബ്നുൽ ലബ്ബാൻ എന്ന് പറയുന്ന മഹാനവറുകൾക്ക് കല്യാണം ചെയ്തു കൊടുത്തു. ഈ വിലായത്ത് നീക്കപ്പെട്ട ശേഷം അഹ്മദുൽ ബദവി തിരിച്ചു കൊടുത്ത ആ വിലായത്ത് കിട്ടിയ മഹാന് വരപരാധം വന്നതിൻ്റെ പേരിൽ തൗബ ചെയ്ത്, ആ തൗബ ചെയ്താൽ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദമ്പില്ലാത്ത പോലെയായല്ലോ. അങ്ങനെയുള്ള ഒരു മഹാൻ എന്ന നിലയ്ക്ക് പരിശുദ്ധനായി മാറിയ, തൗബയിലൂടെ വിശുദ്ധനായി മാറിയിട്ടുള്ള ഇബ്നുൽ ലബ്ബാൻ എന്ന ശൈഖിന് മഹാനായ യാഖൂത്തുൽ അർശി എന്നവർ തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ആ മകൾ തൻ്റെ മുൻപേ വഫാത്തായി, ഇബ്നുൽ ലബ്ബാൻ്റെ മുമ്പേ വഫാത്തായി. ഇബ്നുൽ ലബ്ബാൻ എന്നവർ പിന്നീട് വസിയത്ത് ചെയ്യുകയാണ്, യാഖൂത്തുൽ അർശിയുമായി എനിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. മകളെ കെട്ടിച്ചു എന്ന കടപ്പാട് മാത്രമല്ല,
എൻ്റെ മാരിഫത്തിൻ്റെ സ്ഥാനവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഈമാനിൻ്റെ സ്ഥാനവും യഖീനിൻ്റെ സ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ട ശേഷം എനിക്ക് തിരിച്ചു കിട്ടാൻ അങ്ങേയറ്റം ശുപാർശ ചെയ്തുകൊണ്ട് പരിശ്രമിച്ച ഒരാളെന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ നൽകുന്ന സ്ഥാനം വളരെ വലിയ സ്ഥാനമാണ്. ആ സ്ഥാനമുള്ള ബഹുമാനപ്പെട്ടവരുടെ മകൾ എന്ന് പറയുന്നതെയും ഞാൻ വളരെയധികം ആദരിക്കുന്നു. അതങ്ങനെ വേണം. ബഹുമാനപ്പെട്ടവരായി വന്നിട്ടുള്ളവരുടെ മക്കൾ എന്ന് പറയുന്ന ഒരു സ്ഥാനം തന്നെയാണ്. നമ്മൾ അബ്ദുറഹ്മാൻ ഹാജി എന്നൊക്കെ പറയുന്ന നമുക്കിടയിലൂടെ സാധാരണക്കാരായാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ വളർത്തപ്പെട്ടതും. പ്രത്യേകമായിട്ടുള്ളൊരു നിലയൊന്നുമില്ലാതെ തന്നെയാണ് ബാപ്പ അവരെ വളർത്തിയിട്ടുള്ളതും. അങ്ങനെ അവർ വളരുകയും ചെയ്യുന്നു. എങ്കിലും സ്നേഹിക്കുന്ന ജനങ്ങൾ ആ സ്നേഹം കാണണം. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ നബിയുടെ സന്താന പരമ്പരയെ സ്നേഹിക്കണമല്ലോ. സന്താന പരമ്പരയാകേണ്ടതില്ല. അവിടുത്തെ കുടുംബത്തിൽ ഹാഷിമിൻ്റെ മക്കളായി മുത്തലിബിൻ്റെ മക്കളായി വരുന്ന എല്ലാ വിശാലമായ കുടുംബാംഗങ്ങളെയും നബി കുടുംബം എന്ന നിലയ്ക്ക് സ്വീകരിക്കാനും ആദരിക്കാനും ബന്ധ്യപ്പെടാനും നമ്മൾ ആദരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരല്ലേ? റസൂലുള്ളാഹിക്ക് സ്വലാത്തു ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ ആയത്തിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുമ്പോൾ റസൂലുള്ളാഹിക്ക് സ്വലാത്തു ചൊല്ലുന്നതിൻ്റെ കൂടെ ഒരു വട്ടവും ഒഴിവില്ലാതെ ആലു മുഹമ്മദിന് നമ്മൾ സ്വലാത്തു ചൊല്ലാൻ ബാധ്യതപ്പെട്ടവരാണ്. നസ്സുകൊണ്ട് തന്നെ ആ നസ്സുകൊണ്ട് ബാധ്യതപ്പെട്ടവരായി മാറുന്ന എന്താണ്? അള്ളാൻ്റെ റസൂലിൻ്റെ മക്കൾ എന്നുള്ള നിലക്കൊരു പവിത്രത. അതും നമ്മളെ മലയിലെ ഓറ മക്കൾ എന്ന് പറഞ്ഞാലും വടകര ഓറ മക്കൾ എന്ന് പറഞ്ഞാലും ആ മക്കൾക്ക് ആ സ്ഥാനമുണ്ട്. അത് അവർ ആവാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തി ബാപ്പാൻ്റെ കൂടെ തന്നെ അവരെല്ലാവരെയും എത്തിക്കുമാറാവട്ടെ. അവരുടെ ഉമ്മയെയും മരണപ്പെട്ട ബഷീർ എന്ന മകനെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബാപ്പയുടെ വിശാലമായ ഉന്നതമായ പദവിയിലേക്ക് ഞാൻ അവരെ അങ്ങേയറ്റം വളരെ വലിയ പദവിയിലുള്ളവരായി തന്നെ ആദരിക്കുന്നു. കാരണം എൻ്റെ ബഹുമാനപ്പെട്ട അഭിവന്യ ശൈഖ് വണ്ടൂരിലെ താജുൽ ഉലമ അവരെ അങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ടവരെക്കാൾ 10-16 വയസ്സ് ബഹുമാനപ്പെട്ട ഓർക്ക് അധികമുണ്ട്. മുഹമ്മദ് ഹാജി അവർക്ക് ഒരു 10-16-17 വയസ്സ് ബഹുമാനപ്പെട്ട ശൈഖിന് 13-16 വയസ്സുണ്ട്. അത്ര വയസ്സ് അവർക്ക് അധികമുണ്ട്. ആ അധികമുള്ള നിലക്ക് പക്ഷേ തലക്കടത്തൂരിൽ ദർസ് നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓതിയിരുന്ന സ്ഥലം എന്ന നിലക്ക് അവർ വന്നിരുന്നു. അവരവിടെ ഓതിയിരുന്നത് കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ അടുത്താണ്. കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ അഭിവന്യ ശൈഖുനാ താജുൽ ഉലമ അവരുടെ പാപ്പ അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ എന്ന ബഹുമാനപ്പെട്ടവരുടെ പിതാവായിരുന്നു തലക്കടത്തൂരിലെ മുദരിസ് ദീർഘകാലം. ആ മുദരിസായ കാലത്ത് അവിടെ ഓതിയിരുന്നവരാണ് ശംസുൽ ഉലമ ഖുതുബി അവർകളെ പോലുള്ള മഹാന്മാർ. ബാപ്പ ഓതിയതിനു ശേഷവും ഖുതുബി അവർകളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞനുസരിച്ച് അവരവിടെ തന്നെ നിന്നു. ബഹുമാനപ്പെട്ട അല്ലാമ പോക്കർ മുസ്ലിയാരുടെ സ്ഥാനത്ത് പിന്നീട് അവിടെ വന്നവരാണ് ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ, കുറ്റൂര് കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ. ആ കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ നിൽക്കുന്ന കാലത്താണ് വടകര മുഹമ്മദ് ഹാജി അവർകൾ തലക്കൊടുത്തൂർ ഓതിയിരുന്നത്. അത് വളരെ മുമ്പാണ് എന്നർത്ഥം. ശൈഖുനാ അവർകൾ മുദരിസാണിൻ്റെ ഒക്കെ മുമ്പാണ്. ശൈഖുനാ അവർകൾ ബാക്കിയാത്തിൽ നിന്ന് വന്ന് മുദരിസാണിൻ്റെ മുമ്പാണ്. കാരണം ഖുതുബിയോർ ഓതിയല്ലേ, ഖുതുബിയോർ ഓതിയതിൻ്റെ ശേഷം വരില്ലേ. അക്കാലത്താണ് ഇവർ അവിടെ ഓതിയിരുന്നത്. ആ ഓതിയ കാലത്ത് തന്നെ വടക്കൻ മുഹമ്മദ് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വടക്കുന്നാളെ ചെല്ലുന്നത്. തലക്കടത്തൂർ എന്ന് പറഞ്ഞാൽ തെക്കോട്ടല്ലേ, ഇവിടെ നോക്കിയാൽ തെക്കോട്ടല്ലേ. ആ തെക്കോട്ട് വന്ന് വടക്കൻ മുഹമ്മദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഒരു ഓതുന്ന കുട്ടിയായ കാലത്ത് തന്നെ പ്രത്യേകം ആദരവ് കൽപ്പിക്കുകയാണ് അവർക്ക്. വടക്കൻ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്ന സ്വഫിൻ്റെ ഇടയിൽ വിടവുണ്ടായാൽ ആ വിടവുകളിൽ നായ വന്ന് നിൽക്കുന്നത് കാണുകയും ആ നായ വന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ ആ സ്ഥലം നജസ എന്ന് ബോധ്യപ്പെട്ട് കഴുകുകയും ചെയ്യാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങൾ അവർകൾ റഹ്മഹുല്ലാഹ്. അള്ളാഹു നിസ്കരിക്കുന്ന സമയത്ത് ഈ വിടവിൽ കാണുന്നത് അവർ കാണുകയാണ്. ഇത് കമ്മുണ്ണി മുസ്ലിയാർ പാപ്പ കാണുകയും അറിയുകയും ചെയ്യാണ്. കുട്ടിയായിരുന്നു മുത്തഅല്ലിം. അക്കാലത്തൊരു മുത്തഅല്ലിം എന്ന നിലയ്ക്ക് എന്നെ ബഹുമാനപ്പെട്ടവരവരെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, സ്ഥാനം മനസ്സിലാക്കുന്നുണ്ട്. ആ കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ അടുത്ത് ഓതിയവർ തന്നെയാണ് ആലുവായി അബൂബക്കർ ഷെയ്ഖ് എന്നറിയുന്ന ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്നറിയില്ല നമ്മൾ. അവരും മാടവന അബൂബക്കർ മുസ്ലിയാർ അതും അവിടെ ഓതിയിരുന്നവരാണ്. വടകര മുഹമ്മദ് ഹാജി പാപ്പ തങ്ങൾ അവർ പറയുന്നത് തന്നെ കേൾക്കാം അവരുടെ മൊഴികളിൽ. കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ ദർസിൽ ഓതിയിരുന്ന 300ഓളം വലിയ ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തിരിയില്ല, അത് അവർക്ക് തിരിയുന്ന ഭാഷയാണ്. കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ ദർസിൽ ഓതിയവരിൽ 300ഓളം വലിയ ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട് എന്ന്. അത്ര ഒരു വലിയ ഔലിയാക്കന്മാരുണ്ടാക്കാൻ പറ്റുന്ന ഒരു ദർസായിരുന്നു കമ്മുണ്ണി മുസ്ലിയാർ പാപ്പാൻ്റെ ദർസ്.
ആ കമ്മ്യൂണി മുസ്ലിയാർ പാപ്പാന്റെ ദർസിൽ നിന്ന് പിന്നീട് പഠനം കഴിഞ്ഞ ശേഷം അവർക്ക് കിട്ടുന്നത് ശാദിലിയ്യ ത്വരീഖത്തിലെ മശായിഖുമാരെയാണ്. ആ മശായിഖുമാരിലൂടെ കിട്ടിയ പദവിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അങ്ങനെ കിട്ടിയ ആ മഹാൻ യാഖൂത്തുൽ അർശി എന്നവർ, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവർ സദസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ കാതിക്കൽ ചുമരിൽ വന്നിരിക്കുകയാണ് ഒരു ചെറിയ കിളി. ആ കിളി ഇരുന്നിട്ട് അദ്ദേഹത്തോടെന്തോ കാതിൽ സംസാരിക്കുന്നു. ഈ കിളിയോട് അവരും സംസാരിക്കുന്നു. ഞാൻ ആരെങ്കിലും വിട്ടാ പോരെ എന്ന് ചോദിക്കുകയാണ് കിളിനോട്. അപ്പൊ കിളി 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 എന്ന് അറിയുന്നതാണ്. കിളി പറയുന്നത് മൂപ്പർക്കറിയാം, പറ്റൂല, അങ്ങനെ എഴുന്നേറ്റ് പോരണം, അങ്ങനെ എഴുന്നേറ്റ് പോരണം, അങ്ങ് തന്നെ പോരണോ. ഇതെല്ലാ ശിഷ്യന്മാരും കാണുകയാണ്. ശിഷ്യന്മാരുടെ സദസ്സിൽ നിന്ന്, നൂറുകണക്കിന് ശിഷ്യന്മാരുടെ സദസ്സിൽ നിന്ന് യാഖൂത്തുൽ അർശി എന്ന് പറയുന്ന മഹാൻ തൻ്റെ ചുമലിൽ വന്നിരുന്നു കൊണ്ട് മന്ത്രിക്കുന്ന ഈ കിളി, ആ കിളിയോട് എന്തോ പറഞ്ഞിട്ട് അത് പോകാതിരിക്കുമ്പോൾ ആവട്ടെ, ഞാൻ ഒരുങ്ങട്ടെ, ഞാനും വരാം എന്നും പറഞ്ഞിട്ട് ഈ കിളിയുടെ കൂടെ പിന്നെ അവർ പോവുകയാണ്. ഈ കിളി പറഞ്ഞനുസരിച്ച് കിളികളിൻ്റെ പാട്ടിന് പോകുന്നു, ബഹുമാനപ്പെടുന്നതനുസരിച്ച് പോകുന്നു. എന്തേ വിഷയം എന്ന് വെച്ചാൽ, ഈ കിളി എന്നോടൊരു സങ്കടം പറയുന്നുണ്ട്. ഈ സങ്കടം തീർക്കാൻ ആ കിളി പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകണം. എവിടേക്കായി പോകുന്നത്? അലക്സാണ്ട്രിയ എന്ന ഇസ്കന്ദരിയയിൽ നിന്ന് മണിക്കൂറുകൾ, ഇന്നത്തെ ആധുനിക കാലത്ത് സഞ്ചരിക്കേണ്ട വലിയ എയർബസ്സുകളാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട, ഒരു രാവിലെ പോയാൽ ഏതാണ്ട് ഒരു ഉച്ച സമയത്തൊക്കെ എത്തുള്ളൂ. നന്ന രാവിലെ പോയാൽ അത്ര സമയത്ത് അത്രയും ദീർഘമായി സഞ്ചരിക്കേണ്ട വഴിയുണ്ട് ഇസ്കന്ദരിയയിൽ നിന്ന് ഓൾഡ് മിസ്റിലേക്ക്. ഈ ഓൾഡ് മിസ്റിലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അറിഞ്ഞ ജാമിഅ അംർ ഇബ്നുൽ ആസ് എന്ന ആ ഫാത്തിഹ മിസ്റാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവരുടെ പേരിലുള്ള ജാമിഅ മദീനത്തെ പള്ളിൻ്റെ ഏതാണ്ട് ഷേപ്പിലും കോലത്തിലുമൊക്കെ ആക്കിയിട്ട് പരിപാലിച്ചു വരുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി. ആ പള്ളിയിലെ മുഅദ്ദിന്റെ അടുത്തേക്കാണ് ബഹുമാനപ്പെട്ടവർ ചെല്ലുന്നത്. ഈ പക്ഷി പറയുന്നതനുസരിച്ച്, ഈ കിളി പറയുന്ന അനുസരിച്ച് ചെന്നിട്ട് ഇവിടുത്തെ മുഅദ്ദിനെ കിട്ടണം. മുഅദ്ദിനെ വിളിച്ചെടുത്തി കൊണ്ടുവന്നു. ആ മുഅദ്ദിനോട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ കിളി പറയുന്നത്, ആ കിളിയുടെ പൊന്നു മക്കളെ നിങ്ങൾ ഒന്നിലധികം തവണ നിങ്ങൾ അവരെ അറുത്തിട്ടുണ്ട്, പിടിച്ചറുത്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറുന്ന മനാറത്തിൻ്റെ സമീപത്ത് ഇത് വിരിഞ്ഞു കിടക്കുമ്പോൾ അത് ഒന്നിലധികം തവണ ഈ കിളികളെ നിങ്ങൾ അറുത്തിട്ടുണ്ട്, ഇതിൻ്റെ മക്കളെ എന്നുള്ള സങ്കടമാണ് ഇത് പറയുന്നത്. ഈ കിളി ശരിയാണോ? മുഅദ്ദിൻ പറയുന്നു, ശരിയാണ്, ഞാൻ അറുത്തിട്ടുണ്ട്, പലപ്പോഴും അറുത്തിട്ടുണ്ട്. കാരണം കിളിയല്ലേ, അറുത്ത് തിന്നാൻ പറ്റിയതാവുമ്പോൾ നമ്മൾ തിന്നാണ്, അങ്ങനെ അറുത്ത് തിന്നാണ് എന്ന് അവർ പറയാണ്. അനുവദിച്ച ഇനി മേലിൽ അത് ആവർത്തിക്കരുത്, ഈ കിളിൻ്റെ കുട്ടികളെ ഇനി നിങ്ങൾ അറുക്കരുത് എന്ന്. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഈ ഒരു കിളിക്ക് വേണ്ടി ശുപാർശ പറയാനാണ് യാഖൂത്തുൽ അർശി എന്നവർ അലക്സാണ്ട്രിയയിൽ നിന്ന് ഓൾഡ് മിസ്റിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം അവരുടെ ഒരു ഈമാനും അവരുടെ അമലിൻ്റെയും ഗാംഭീര്യം. ഇതാണ് ശാദിലി ത്വരീഖത്തുകാരുടെ മിക്കവാറും അമൽ. ആ ത്വരീഖത്തിൽ വളർന്നിട്ടുള്ള വലിയ വലിയ മശായിഖുമാർ, ദർസ് നടത്തുന്നവർ അവർ മുദരിസുമാരായിരിക്കും, ചുമട്ടുതൊഴിലാളികളായിരിക്കും. അവരവർ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ രീതിയിലൂടെ മാനസികമായി റൂഹ് കൊണ്ട്, മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്ന സംസ്കരണമാണ്, ആ രീതിയിലുള്ള വളർച്ചയാണ് ശാദിലിയ്യ ത്വരീഖത്തിലെ വളർച്ച. അല്ലാതെ ഭക്തിയിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു രീതിയിൽ വെറും ദിക്റുകളും ഔറാദുകളും എന്ന രീതിയിൽ പോകുന്നതല്ല ശാദിലി ത്വരീഖത്തിൻ്റെ ശൈലി. ആ ശൈലിയിലുള്ള ത്വരീഖത്താണ് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ ത്വരീഖത്ത് മുന്തി എന്ന് ഞാൻ മറ്റൊരു ത്വരീഖത്തിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ സാന്ദർഭികമായി ശാദിലിയ്യ ത്വരീഖത്തിനെ പറയുന്ന ഒരു സന്ദർഭമാണ്. അതിലുള്ള ഒരു മഹാന്റെ പേരിൽ നമ്മൾ സമ്മേളിച്ചതാണെന്ന് നമ്മൾക്ക് പറയാം. അതേ രീതിയിലാണ് നമ്മൾ ഓർമ്മ വെച്ച് കാണുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട രീതിയിൽ അവരുടെ റൂഹ് കൊണ്ടാണ് അവരുടെ അമൽ, അവയവങ്ങൾ കൊണ്ടല്ല അമൽ. അവയവങ്ങൾ കൊണ്ട് കണ്ടാൽ നമ്മൾ കാണുന്ന അമലൊക്കെ തന്നെ അവർ ചെയ്യാം. ചിലപ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് കൂട്ടെ പോകുന്നവർ ഓർമ്മയാക്കും, അപ്പോൾ സുന്നത്ത് നിസ്കരിച്ചു. ഇങ്ങനെയൊക്കെയാണ് അവർ വരുന്നത്, ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാനൊരിക്കൽ കണ്ടപ്പോൾ തിരൂരിലെ വീട്ടിൽ പോകുമ്പോൾ ആ സമയത്ത് അസർ നിസ്കരിച്ചിട്ട് മുമ്പ് ഒരു സുന്നത്ത് കരിക്കുന്നുണ്ട്. അസറിൻ്റെ മുമ്പ് സുന്നത്ത് കരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അസർ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ 4 റക്അത്ത് അസറിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ നിസ്കരിക്കുന്നത് അസർ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും നിസ്കരിക്കുന്നതാണ് സുന്നത്ത് നിസ്കരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്തൊരു സുന്നത്ത് നിസ്കാരമാണ്, ഇതെന്തൊരു നിസ്കാരമാണ് റബ്ബേ, ഇത് ഈ നേരത്ത് പറ്റൂല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചു. നിസ്കരിച്ചു എന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇരുന്നിട്ട് നിസ്കരിക്കണേ,
നിസ്കരിക്കോൽക്കാണ് ഫിർദൗസ്, നിസ്കരിക്കണവർക്ക് ഫിർദൗസ് എന്ന് മൂപ്പര് കണ്ണോട് ഉരുട്ടിയിട്ട് ഇങ്ങനെ പറയാം, നിസ്കരിക്കണവർക്കാണ് ഫിർദൗസ്. ഞാൻ ആകെ ആയിപ്പോയി. അവിടെ പോരുന്നതിനിടയിലാണെങ്കിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഗുരു അലവി മുസ്ലിയാർ, മരുത് അലവി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു, ഞാനും അലവി മുസ്ലിയാരും കൂടിയാണ് പോരുന്നത് ഈ വഴിയിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ കയറിയാൽ മൂപ്പര് ഒതുടുക്കുകയാണ്. അപ്പോൾ ആ ഒതുടുക്കുന്ന നേരത്ത് നിസ്കരിക്കേണ്ടി വരും എന്ന് നമ്മൾ പറയാണ്. പക്ഷെ മൂപ്പര് നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഒന്ന് പോവുക നമ്മൾ എന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയാൽ നമ്മൾ നിസ്കരിക്കേണ്ടി വരും, അത്ര തിരക്കുണ്ട് ഞങ്ങൾക്ക് പോരാൻ. അപ്പോൾ ചെന്നമാതിരി തന്നെ കയറി ഇവിടെ തന്നെ എന്നാൽ ഒതുർത്തോളി നിസ്കരിച്ചോളി എന്ന് പറയുന്നത് നിസ്കരിക്കാൻ. ഈ നിസ്കാരം കാണുന്നത്. അപ്പോൾ ആ ഒരു പറച്ചിലും ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം സഹസ് നിസ്കരിച്ചിട്ടുള്ള സുന്നത്ത് നിസ്കാരം കൂടി രണ്ടും കൂടി കണ്ടപ്പോൾ ഇതെന്തൊരു നിസ്കാരമാണെന്ന് മനസ്സിൽ തോന്നിയിട്ടേ ഉള്ളൂ. തിരിഞ്ഞിട്ട് ആ കണ്ണെല്ലാം കൂടി കാണിച്ചിട്ട് നിസ്കരിക്കണവർക്കാണ് ഫിർദൗസ്, നിസ്കരിക്കണവർക്കാണ് ഫിർദൗസ്. ഞാനാകെ കാളിപ്പോയി, വയറിന്ന് അപ്പോൾ പോകുമെന്ന് തോന്നിപ്പോയി, വല്ലാതെ പൊടിച്ചു പോയി. നിസ്കരിക്കണ ഫിർദൗസ്. പക്ഷെ സന്തോഷത്തിൻ്റെ ഒരു ഭാഷ കേട്ടി, ഇയാൾക്ക് ഫിർദൗസ് ഉണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്, ഇയാൾക്ക് ഫിർദൗസ് ഉണ്ട്, ഇയാൾ സദഖത്തുള്ളാൻ്റെ ആളാണ്, ഇയാൾ സദഖത്തുള്ളാൻ്റെ ആളാണ്, ഇയാൾക്ക് ഫിർദൗസ് ഉണ്ട്. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു അത്ഭുതം, വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ എൻ്റെ ഉസ്താദ് പറയുന്നത് എന്നോടാണ് പറഞ്ഞത്, ഞാൻ പറയുന്നത് എന്നോടാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടാളും പറയേണ്ട ന്യായത്തിൽ വരിക. അപ്പോൾ ഈ രീതിയിലാണ് അവരുടെ അമൽ. നമ്മൾ കാണുമ്പോൾ സാധാരണഗതിയിലുള്ള നിസ്കാരങ്ങളും സാധാരണ ഇതിലുള്ള അമലുകളാണ്. പക്ഷേ അമലുകൾ മനസ്സുകൊണ്ടാണ്, റൂഹ് കൊണ്ടാണ്. റൂഹാണ് സായിർ, റൂഹാണ് സഞ്ചരിക്കുന്നത്. ആ റൂഹിലൂടെയാണ് അള്ളാഹുവിനോട് കൂടെയുള്ള സൈറായാലും അള്ളാഹുവിലൂടെയുള്ള സൈറായാലും അള്ളാഹുവിലേക്കുള്ള സൈറായാലും അതൊക്കെ സൈറ് ചെയ്യാനും സഞ്ചരിക്കാനും കഴിയുന്നത് ജഡത്തിനല്ല, റൂഹിനാണ്. ആ ജഡത്തിന്റെ പിടിതിയിൽ നിന്ന് മാറിയിട്ട് റൂഹ് സ്വന്തമാണെങ്കിൽ ആ റൂഹ് എങ്ങും എത്താം. അതാണ് വഫാത്തായി കഴിഞ്ഞ ആൾക്കാരുടെ അർവാഹുകൾക്കുള്ള ഒരു വലിയ പ്രത്യേകത. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് അവരുടെ ജഡങ്ങൾ തടസ്സമാണ് അവരുടെ ആത്മാവ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനെങ്കിൽ. എനിക്കിപ്പോൾ കോഴിക്കോട്ടെത്തണം എന്നെൻ്റെ മനസ്സിൽ പോകാം, കോഴിക്കോട്ടേക്ക് പോകാം. പക്ഷേ ഈ ജഡത്തിന് കയറണമെങ്കിൽ വണ്ടി വേണമല്ലോ, വണ്ടി ഓടണമല്ലോ, ഓടാൻ വേണ്ട ദൂരം വേണമല്ലോ. അപ്പം ഇതൊക്കെ വാസ്തവത്തിൽ നമുക്ക് സഞ്ചാരത്തിന് തടസ്സം വാസ്തവത്തിൽ ഈ ജഡമാണ്. ഈ ജഡത്തിൻ്റെ ബന്ധം പോയാൽ ആത്മാവ് മഹാശക്തിയാണ്, ആത്മാവ് മഹാപരിശുദ്ധമാണ്. ആത്മാവ് എവിടെയും എത്തും. ഇലാ മലക്കൂത്തി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ മലക്കൂത്തിലേക്ക് എത്താൻ ആത്മാവ് മതി. ആ ആത്മാവാണ് റബ്ബിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്, അള്ളാഹിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്, അള്ളാഹുവിലൂടെ സഞ്ചരിക്കുന്നത്, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നത്. സൈറു ബില്ല, അള്ളാഹിനെ കൊണ്ട് സഞ്ചരിക്കുന്നത്. ബില്ലാഹിയും ഇലല്ലാഹിയും ഫില്ലാഹിയും അല്ലാഹിയും എല്ലാമുള്ള സൈറുകൾ മനസ്സാണെങ്കിൽ ആ മനസ്സുകൊണ്ടാണ് ഷാദിലിയ്യ ത്വരീഖത്തിലെ പ്രധാനപ്പെട്ട അമൽ. എല്ലാ ത്വരീഖത്തിലും ആ അമലുണ്ട്. അതോടൊപ്പം ഷാദിലിയ്യ ത്വരീഖത്തിലെ അമലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട് ആ നിലക്കാണ്. അങ്ങനെ പൊതുവിൽ ആളുകൾ കാണാത്തതും പൊതുവിൽ ആളുകൾ ചിന്തിക്കാത്തതുമായ അമലുകളാണ് ഷാദിലിയ്യ ത്വരീഖത്തിലെ അമലുകൾ. അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടാൻ ഇടയാകുന്ന രീതിയിൽ മിഅ്റാജ് നേർച്ച നേർച്ച അവർ ചെയ്യുന്നതല്ലാതെ നമ്മളിത് കേട്ടിട്ടില്ല. ഇത് കോപ്പി അടിക്കാം, പലരും കോപ്പി അടിക്കുന്നുണ്ടാവും. പക്ഷേ നടക്കുന്നത് നമ്മൾ കണ്ട ലോകത്ത്, നമ്മൾ കേട്ട ലോകത്ത് മിഅ്റാജ് നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ച, നമ്മൾ സാധാരണ നേർച്ച എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വല്ല മശായിഖ്മാരും വെച്ചുകൊണ്ടുള്ള നേർച്ച എന്നറിയാം. മിഅ്റാജ് നേർച്ച, മൗലിദ് നേർച്ചയ്ക്ക് പറയും, റബീഉൽ അവ്വൽ നേർച്ചയ്ക്ക് അങ്ങനെ പറയാറുണ്ട്. റബീഉൽ അവ്വൽ നേർച്ച അത് റസൂലുള്ളാഹി വഫാത്തായതുമാണല്ലോ, അത് വെച്ചിട്ട് അല്ലെ ജനിച്ചതുമാണല്ലോ, അത് വെച്ചിട്ട് പറയാം. ഇത് മിഅ്റാജ് നേർച്ച എന്ന പേരിലൊരു നേർച്ച ഹയാത്ത് കാലത്ത് അവർ ചെയ്യുന്നു. അതേപോലെ തന്നെ തൻ്റെ ഉമ്മാനെ ബഹുമാനപ്പെട്ടവരിവിടെ മറമാടിയിട്ട് ആ ഉമ്മാൻ്റെ മസാറ് ശരിക്കും ആളുകൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ഗേഹമാക്കി, കേന്ദ്രമാക്കി അവരുടെ ഹയാത്തു കാലത്ത് തന്നെ അവർ മാറ്റുന്നു. ദീർഘമായി അവരെ കാണാൻ വന്നവരോടൊക്കെ അവിടെ സിയാറത്ത് ചെയ്ത് പോയിക്കോളൂ എന്ന് പറയാതിരിക്കില്ല. അവിടെ സിയാറത്ത് ചെയ്ത് പോകാനാണ് എല്ലാവരോടും നിർദ്ദേശിക്കുക. വിഷയങ്ങളും സങ്കടങ്ങളും പറഞ്ഞവരോടും അവിടെ സിയാറത്ത് ചെയ്തോളൂ. ഉമ്മാക്ക് വേണ്ടി, ഉമ്മാൻ്റെ ഒപ്പമാണ് പിന്നെ അവർ കിടക്കാൻ ആഗ്രഹിക്കുന്നതും അവർ വിശ്രമിക്കാൻ വേണ്ടി സ്ഥിരപ്പെട്ടതും. ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ അറിയിപ്പ് പ്രകാരം, സന്ദേശപ്രകാരം അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിലൊന്നു തന്നെയാണ് നമ്മൾ കാണുന്ന മിഅ്റാജ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിതം കഴിഞ്ഞ ശേഷമുള്ള ശാശ്വത ജീവിതത്തിൽ നമ്മൾ എന്താണോ കൊതിക്കുന്നത്, നമ്മൾ എന്താണോ കൊതിക്കേണ്ടത്,
അതിലേറ്റവും പ്രധാനമായ ഒരു കൊതിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ തിരുദർശനമല്ലേ? അള്ളാഹുവിൻ്റെ തിരുദർശനം എന്ന് പറയുന്നതല്ലേ നമ്മൾ കൊതിക്കേണ്ട കൊതികളിൽ ഏറ്റവും വലുത്? സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഹൂറിയുണ്ട്, ഹാറുകളുണ്ട്, എല്ലാമുണ്ട്. ആറുകളും ഹൂറുകളും ഒന്നും സ്വർഗത്തിലുള്ളത് നമുക്ക് വേണ്ടതില്ല. ലൈസാ ഖസുദി മിനൽ ജിനാനി നഈമ വൈറാനി ഉരീദുഹാ ലി അറാക. ഒരിക്കലും എൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലുള്ള നിഅമത്തുകളല്ല, സ്വർഗത്തിലുള്ള സുഖങ്ങളല്ല. സ്വർഗത്തിലുള്ള സുഖങ്ങളിലെന്ന ആ സുഖം വേണ്ടെന്ന് വെച്ചാൽ സുഖമില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ സ്വർഗത്തിലെ സുഖമല്ല എനിക്ക് സ്വർഗം കൊണ്ട് ലക്ഷ്യം. വൈറാനി ഉരീദുഹാ, ആ സ്വർഗത്തെ ഞാൻ ലക്ഷ്യമാക്കുന്നതും സ്വർഗം വേണമെന്ന് എനിക്ക് തോന്നുന്നതും ലി അറാക, റബ്ബേ നിന്നെ കാണാനാണ്. നിന്നെ കാണണം, നിന്നെ ദർശിക്കണം, നിന്നെ കണ്ണുകൊണ്ട് കാണണം. ഈ കാഴ്ചയാണ് സ്വർഗം കൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് മഹാനായ ഇബ്നുൽ ഫാരിദോ അതല്ലെങ്കിൽ റാബിയത്തുൽ അദവിയ്യ മഹദിയോ അങ്ങനെയൊക്കെ ഉദ്ധരണികളുണ്ട്. അതായാലും സൂഫി വര്യമാരും സൂഫി വര്യണകളുമായിട്ടുള്ള മഹാത്മാക്കളുടെ ഒരു മൊഴിയാണിത്. അതാണ് ശരി. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹു തആലാന്റെ തിരുദർശനം കാക്ഷിക്കുന്നവരാരുണ്ടോ, ആഗ്രഹിക്കുന്നവരാരുണ്ടോ? ഒരു തഫ്സീർ അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ തിരുദർശനം കാക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ആരുണ്ടോ അവർ. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ തിരുദർശനത്തെ ലക്ഷ്യമാക്കുന്നവരും നൽകുന്ന തഫ്സീർ. നമ്മളെപ്പോലത്തെ സാധുക്കൾ നരകം തന്നെ പേടിച്ചാലേ, വിചാരണ തന്നെ പേടിച്ചാലേ ഇളകുള്ളൂ, അപ്പോഴേ നമുക്ക് ഈമാൻ ഇളകൂ. അതുകൊണ്ട് നമുക്ക് യോജിച്ച തഫ്സീർ സാധാരണക്കാർക്ക് ഫമൻകാന യർജു ലിഖാഅ റബ്ബിഹി, തൻ്റെ യജമാനനായ റബ്ബിനെ കണ്ടുമുട്ടി അവൻ വിചാരണ ചെയ്യും, ചോദ്യം ചെയ്യും എന്നൊക്കെ ഭയപ്പെടുന്നവർ വല്ലവരുമുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ട തഫ്സീർ. മഹാന്മാർക്ക് വേണ്ട തഫ്സീർ അള്ളാഹുവിൻ്റെ തിരുദർശനം, ആ മഹത്തായ സൗന്ദര്യ ദർശനം, പടച്ച തമ്പുരാൻ്റെ തിരുദാത്തിൻ്റെ സൗന്ദര്യ ദർശനം. ആ ദർശനം വല്ലവരും കൊതിക്കുന്നുവെങ്കിൽ, ആശിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, നല്ല കർമ്മങ്ങളെന്ന് പറയുന്ന എല്ലാ കടപ്പാടുകളും അവൻ നിറവേറ്റിക്കൊള്ളണം, എല്ലാ സൽക്കർമ്മങ്ങളും അവൻ ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, വളരെ പ്രധാനപ്പെട്ടത് റബ്ബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് മറ്റൊന്നും ലക്ഷ്യമാക്കരുത്, അല്ലാഹുവല്ലാത്ത മറ്റൊന്നിനെയും ലക്ഷ്യമാക്കരുത്. ഇതൊരു വല്ലാത്ത സംഗതിയാണ്. ചെയ്യുന്ന ഇബാദത്തുകളിൽ മറ്റാരെങ്കിലും ലക്ഷ്യമാക്കുക, ഇത് ശിർക്ക് ഖഫിയാണ്, ഗുപ്തമായ ശിർക്കാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്ക് അസ്ഗർ എന്ന് പ്രത്യേകം നാമകരണം ചെയ്ത് താക്കീത് നൽകിയിട്ടുള്ള ശിർക്കാണ്. ആ ശിർക്ക് നിങ്ങളിൽ നിന്നുണ്ടാകരുത്. ഇബാദത്ത് മറ്റുള്ളവരെ കൂട്ടുക, മറ്റ് ലക്ഷ്യങ്ങൾ കൂട്ടുക ഇബാദത്തിൽ, വേറെ ഒന്നും കൂട്ടുന്ന അത്ര ഗൗരവമല്ലല്ലോ. പടച്ചോന് വേണ്ടി ചെയ്യുന്ന അമല് അതിൽ മറ്റു വല്ല ലക്ഷ്യവും കൂട്ടിച്ചേർക്കുക, ഇഖ്ലാസ് ഇല്ലാതിരിക്കുക. ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ആ രീതിയിലുള്ള ദർശനമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മുന്തിയത്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഅൗഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഅ്തിസാലി. എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വല്ല നിഅമത്തുകളും ബാക്കിയുണ്ടോ? നിഅമത്തുകൾ ഞാൻ വല്ലതും തരാനുണ്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ടത് വല്ലതുമുണ്ടോ? എന്താണ് റബ്ബേ ഞങ്ങൾക്കിനി കിട്ടാൻ? കണ്ണെത്താ ദൂരത്തുള്ള ഈ മഹാസ്വർഗലോകമാണ് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകുന്നത്. ഒരു മനുഷ്യന് തന്നെ 4 സ്വർഗലോകമല്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വമിൻ ദൂനിഹിമാ ജന്നതാൻ. അല്ലാഹു തആലാന്റെ മുമ്പിൽ നിൽക്കേണ്ട ആ നിൽപ്പിനെക്കുറിച്ച് ഭയാശങ്കകളോടുകൂടി ജീവിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണോ, ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 സ്വർഗമുണ്ട്. വമിൻ ദൂനിഹിമാ ജന്നതാൻ, ഈ 2 സ്വർഗത്തിൻ്റെ പുറമെ വേറെയും 2 സ്വർഗങ്ങൾ. രണ്ടും വ്യത്യസ്തമായ ഗുണവിശേഷങ്ങളാണ്. രണ്ടിലെയും വെള്ളം വ്യത്യസ്തമാണ്,
രണ്ടിലെയും ഊറികൾ വ്യത്യസ്തമാണ്, രണ്ടിലെയും സൗഭാഗ്യങ്ങൾ വ്യത്യസ്തമാണ്, രണ്ടിലെയും കായ്ക്കനികളുടെ ഫലവ്യത്യാസങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാ വ്യത്യസ്ത കനികളുള്ള സുഖങ്ങളുള്ള 4 സ്വർഗം ഒരാൾക്കുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിയതിൻ്റെ അപ്പുറം ഇനി എന്ത് സുഖമാണ് ബാക്കി റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ പടച്ച തമ്പുരാനെ കാണാതിരിക്കുന്നത് എന്തൊരു തടസ്സം കൊണ്ടാണോ, എന്തൊരു ഹിജാബ് കൊണ്ടാണോ, ആ ഹിജാബ് അല്ലാഹു തആല നീക്കിക്കൊണ്ട് ഇതാ ഇനി നിങ്ങൾക്ക് എൻ്റെ ദർശനം എന്ന് സ്വർഗസ്ഥരായ ആളുകൾക്ക് അല്ലാഹു ദർശനം നൽകും. ആ നിഅമത്ത് കിട്ടിയാൽ പടച്ച റബ്ബിനെ കാണുന്നതോടുകൂടെ അതുവരെ അനുഭവിച്ച നിഅമത്തുകൾ, സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ വിസ്മൃതമായി. ആർക്ക് വേണം ആ സുഖങ്ങൾ? അള്ളാഹുവിൻ്റെ ദുർദർശനം കണ്ടിട്ട് കിട്ടിയാൽ, നയനാനന്ദകരമായ കാഴ്ച കണ്ടാൽ അതോടുകൂടെ മനസ്സാകെ കുളിരായി, മനസ്സാകെ ആ നിഅമത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്നു. മറ്റ് നിഅമത്തുകൾ പിന്നെ വിസ്മൃതമായി പോകും. ഈ ഒരു കാഴ്ചയും ഇല്ല എന്ന് പറയുന്ന മതയുക്തിവാദികൾ പണ്ടുണ്ട്. അതാണ് മുഅ്തസിലത്ത്. മതയുക്തിവാദികൾ അവരുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ബുദ്ധിക്ക് യോജിച്ചതിൻ്റെ അപ്പുറം അവർ സ്വീകരിക്കൂല. ഇസ്രാ മിഅ്റാജ് പറഞ്ഞാലും അവർക്കുണ്ട്. അവരുടെ ബുദ്ധിക്ക് യോജിച്ചതിനപ്പുറം പറഞ്ഞാൽ അവർ സ്വീകരിക്കൂല. ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം സ്വീകരിക്കുന്ന ഈ കൂട്ടർ അള്ളാനെ എങ്ങനെ കാണും? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹു ജിസ്മല്ലല്ലോ, അള്ളാഹു ഒരു ദിശയിലില്ലല്ലോ, കണ്ണ് ദിശയിലേക്കല്ലേ പോകുള്ളൂ എന്നാ. അതൊക്കെ ഇവിടുത്തെ നമ്മുടെ കാഴ്ചയുടെ ദൗർബല്യമാണ്, നമ്മുടെ കണ്ണിൻ്റെ പരിമിതിയാണ്. ഈ കണ്ണിന് അല്ലാഹു തആല സ്വർഗത്തിലെത്തുമ്പോൾ വേറൊരു കണ്ണല്ലേ? ഈ കണ്ണിൻ്റെ പരിമിതിയാണോ? 33 വയസ്സായ കണ്ണിന് ക്ഷതം വരാതെ എല്ലാ കാലത്തും ശാശ്വതമായി നിൽക്കുന്ന കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്ന കാഴ്ച അതിവിടുത്തെ കണ്ണിന് സമാനമാണോ? 33 വയസ്സുകാരനായി എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ഒരിക്കലും ഒരു ചുളിവും വരാത്ത, ഒരു മാറ്റവും വരാത്ത, അന്ത്യകാലം ഇല്ലാത്ത അനന്തമായ സ്വർഗത്തിലെ ജീവിതത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു അനന്തവും ഒരു സ്വീകരിക്കില്ല. അങ്ങനെ ഒരു അനന്തമൊന്നും ഇല്ലാതെ പറയുന്നത്. മതയുക്തിവാദികൾ എന്ന് പറയുന്നവർ പണ്ടേണ്ട് അവരുടെ യുക്തിക്ക് ബോധ്യപ്പെട്ടത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ആ സ്വീകരിക്കുന്ന ഇത്തിദാലിൻ്റെ ആളുകൾ ഈ മഹത്തായ കാഴ്ചയും നിഷേധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ പറയുന്നത്. ഈ ഒരു ദർശനം ഇല്ല 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 എന്ന് പറഞ്ഞോക്കി പിന്നെ അതൊന്നും കൊടുക്കൂല. അവരുടെ ഒരു നഷ്ടം. ഇതില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നൊക്കെ അല്ലാഹു തആല ഇല്ല എന്ന് പറഞ്ഞവർക്ക് ആ ദർശനം നൽകൂല. അതെപ്പോഴും നിഷേധികൾക്കുള്ള നിഷേധത്തിൻ്റെ ഫലം. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളവർകൾ എപ്പോഴും അവർ ഓരോന്ന് പറയുമ്പോൾ പ്രത്യേകം പറയും, നിഷേധികളായ ഈ വസ്തുതകളൊന്നും തിരിയാത്തവർ നിഷേധിക്കും. അങ്ങനെ നിഷേധികളായ ആളുകൾക്കുള്ള നിഷേധത്തിൻ്റെ ഏറ്റവും സംഗതി, ഏറ്റവും വലിയ ഒരു ദുരന്തം, ആ അനുഗ്രഹം അവർക്ക് കിട്ടില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ മുഅ്തസിലത്തിന് ഈ അനുഗ്രഹം കിട്ടില്ല. സ്വർഗത്തിൽ കടന്നാലും കടക്കുമെന്ന സ്വർഗത്തിൽ കടന്നാലും ഈ അനുഗ്രഹം കിട്ടില്ല എന്നാണ് നമ്മുടെ ഇമാമുകൾ പറയുന്നത്. ആ അനുഗ്രഹം കിട്ടാത്ത ആൾക്കാരുടെ ഒരു നഷ്ടം നമുക്ക് അല്ലാഹു അത് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഈ ദർശനമാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ വെച്ച്, പരലോകത്ത് വെച്ച് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ അനുഗ്രഹമെങ്കിൽ ആ അനുഗ്രഹം മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അനുഭവിക്കുകയാണ്. അതനുഭവിച്ച റസൂലല്ലേ, അല്ലാഹുവിൻ്റെ റസൂല്, അല്ലാഹുവിൻ്റെ റസൂല് കണ്ട കാഴ്ചകളെയൊന്നും അവിടുത്തെ മനസ്സ് പോലും നിഷേധിക്കാതെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതെന്താണ് കാഴ്ച എന്ന് വിഭ്രമിക്കാത്ത മനസ്സുമായി, പന്തം വിടാത്ത മനസ്സുമായി, പരിഭ്രമിക്കാത്ത മനസ്സുമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട നിബിതങ്ങൾ കാഴ്ചകളെല്ലാം വന്ന് കണ്ടത്. മസാഗൽ ബസർ വമാ ത്വഗാ. കാണേണ്ടതൊന്നും കാണാതിരുന്നില്ല, കാണേണ്ടതെല്ലാം കണ്ടു. ഒന്നും കാണാതിരുന്നില്ല, കാണേണ്ടത് മുഴുവൻ കണ്ടു. ഒന്നും കാണാതെ പോയില്ല. കാണേണ്ടാത്തതിലേക്ക് കണ്ണൊട്ട് അതിക്രമിച്ചതുമില്ല. ഏതാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അതുതന്നെ കാണുന്നു മുത്ത് മുസ്തഫ തങ്ങൾ. മസാഗൽ ബസർ വമാ ത്വഗാ. കാണിച്ചു കൊടുക്കുന്നതിൽ നിന്ന് കണ്ണ് തെറ്റിപ്പോകുന്നില്ല. വമാ ത്വഗാ. കാണിച്ചു കൊടുക്കാത്തതിലേക്ക് കണ്ണ് അതിക്രമിച്ച് കയറൊന്നുമില്ല. എല്ലാം കാണിച്ചു കൊടുക്കുന്ന മുത്ത് മുസ്തഫാക്ക്. എന്തിനാണിത് കാണിച്ചു കൊടുക്കുന്നത്?
എന്തു പറയാനാണോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമെങ്കിൽ ആരോടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഒയ്ബിൻ്റെ ലോകത്തെക്കുറിച്ചും അള്ളാഹു ഒരുക്കിയ ഒയ്ബ് കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത, നമ്മുടെ ഇന്ദ്രിയ ശേഷികൾക്ക് പ്രാപ്യമല്ലാത്ത ആ തരത്തിലുള്ള സംഗതികൾക്ക് അല്ലാഹു തആല ഇവരെ കൊണ്ട് വിശ്വസിക്കുക, പരലോകം കൊണ്ട് വിശ്വസിക്കുക, സ്വർഗം കൊണ്ട് വിശ്വസിക്കുക, നരകം കൊണ്ട് വിശ്വസിക്കുക, അർശ് കൊണ്ട് വിശ്വസിക്കുക, കുർസി കൊണ്ട് വിശ്വസിക്കുക, കലമ് കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, ആകാശലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, എല്ലാ വിശ്വാസങ്ങളും വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല, ഇന്ദ്രിയാതീതമാണ്. ഇന്ദ്രിയാതീതമായ ഈ കാര്യങ്ങൾ സ്വാദിഖ് മസ്തൂക്കായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വാദിഖ് മസ്തൂക്കായ ആ നബിക്ക് നെഞ്ചറപ്പില്ലാതെ ഇത് തുറന്നു പറയണമല്ലോ, ദൃഢമായി തുറന്നു പറയാൻ, സംശയരഹിതമായി തുറന്നു പറയാൻ, കൃത്യമായി തുറന്നു പറയാൻ, ആളുകൾ ചോദിച്ചാൽ സംശയം തീർത്തു കൊടുത്തുകൊണ്ട് ശരിക്കും പറയാൻ, അതിന് കൃത്യമായി അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്ന എന്തൊക്കെയാണ് കാണാൻ പോണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ആലമുൽ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകം എന്ന് നമ്മൾക്ക് മലയാളം പരിഭാഷപ്പെടുത്താവുന്ന ആ ലോകത്തായിട്ടുള്ളത് എന്തൊക്കെ ഉണ്ടോ, അതായത് ഇന്ദ്രിയാതീതമായി പറയുന്ന ലോകത്ത് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ കാണുക. എൻ്റെ മുൻപ് വഫാത്തായ മുർസലീങ്ങളെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. എൻ്റെ മുമ്പ് വഫാത്തായ 1,24,000 അമ്പിയാക്കന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ മാമൂമായി നിസ്കരിക്കുന്നു. ഇവരനുഭവം വരണമെങ്കിൽ അവരിലേക്ക് റസൂലായ അള്ളാഹുവിൻ്റെ റസൂല് അവരിലേക്ക് ദഅവത്ത് ചെയ്യണ്ടേ, അവരെ പോയി അറിയിക്കണ്ടേ, ഞാനിതാ അള്ളാഹിൻ്റെ റസൂലായി വന്നിരിക്കുന്നുവെന്ന്. ഇനി ഒരു കൂട്ടരുണ്ട് യഅ്ജൂജ് മഅ്ജൂജ് എന്നറിയുന്നേ. ഈ യഅ്ജൂജ് മഅ്ജൂജ് വരും കാലത്ത് വരും. നമ്മളൊരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വസിക്കുന്നതൊക്കെ പുലരാനിരിക്കുന്നേ ഉള്ളൂ ഒരുപാട് കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ആഗമനം. അതിക്രമകാരികളായ ഒരു മുഠാണ ധിക്കാരികളായ ഫസാദുകാർ. എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നിരൂപിക്കാൻ കഴിയില്ല. എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ആ ജാതി തെണ്ണിപ്പ് തന്നെ തോന്നിയാസം തന്നെ ചെയ്യാനായി അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്ന ഒരു കൂട്ടർ വിശ്വാസികളെ പരീക്ഷിക്കാൻ. യഅ്ജൂജ് മഅ്ജൂജ് ദജ്ജാൽ എന്ന് പറഞ്ഞൊരു പെരുങ്കള്ളൻ വരാനുണ്ട്. ആ പെരുങ്കള്ളൻ കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല. അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം കൂടുക കുറേ ആളുകൾ. കാരണം അത്ഭുതങ്ങൾ ആ വകയാണ് കാണിക്കുന്നത്. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം എന്ന് പഠിച്ചേക്കല്ലേ വിദ്യാർത്ഥികാർ, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. അങ്ങനെ വിശ്വസിച്ചു പോരുന്ന ആ കാര്യങ്ങൾ ഈ ദജ്ജാൽ ചെയ്യുന്നത് കാണുമ്പോൾ അതല്ല തന്നെയെന്ന് കൊണ്ട് കൂടുക. വെറുതെ അല്ല അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ഹത്തായകൂനു ആഖിറുഹും മഅൽ മസീഹിദ് ദജ്ജാൽ. ഈ ബിദ്അത്ത് സംഘത്തിൻ്റെ അവസാനത്തെ കൂട്ടർ, അവസാന തലമുറ മസീഹുദ് ദജ്ജാൽ വന്ന് ഞാൻ അള്ളയാണെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ കൂടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കാരണം കുറേ കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നതെന്ന് അവർ വെക്കുന്നത്. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് മാത്രം എല്ലാ കാര്യത്തിനും അള്ളാഹ്ക്ക് തന്നെ കഴിയുള്ളൂ. നമുക്കാർക്കും ഒരു കഴിവുമില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിശ്വസിക്കാതെ ചില കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത്, ബാക്കിയൊക്കെ ഞമ്മക്കും കഴിയുന്നത് എന്ന ശിർക്കിൻ്റെ വിശ്വാസം വാസ്തവത്തിൽ ബിദ്അത്തുകാർ വെച്ചു പുറത്തുന്നുണ്ട് അവരുടെ ഈ വാചകങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ജീവനില്ലാത്തതിന് ജീവനിടിക്കലും മരിച്ചുപോയ ബാപ്പാനെ ഹയാത്താക്കലും എത്രയോ കൊല്ലം മുമ്പ് മരിച്ചിട്ടുള്ളതിന് ഹോക്കലും സ്വർഗവും നരകവും കയ്യിൽ കാണിച്ചേരലൊക്കെ കാണുമ്പോൾ ഞാൻ അള്ളയാന്ന് പറഞ്ഞാ എന്ന് പറയും. ഇത്തരം ദുർബല വിശ്വാസികൾ അല്ലാഹു അതിൽ നിന്ന് നമ്മെ കാക്കുമാറാവട്ടെ.